ഒരുപാട് ദിവസമായി നമ്മുടെ i7 ചെറുക്കനെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറക്കിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ i7 ചെറുക്കനെയും കൊണ്ട് ഗൈസ് കുറച്ച് പരിപാടിക്ക് പോകുവാണ്. നമ്മുടെ വണ്ടിയാണെങ്കിൽ ഇവിടെ ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ കുറേ നാളൊന്നും എടുക്കുന്നില്ലായിരുന്നു, എടുക്കാണ്ട് നമ്മുടെ ഗാരേജിൽ ഇങ്ങനെ കിടക്കുമായിരുന്നേ. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പോയി വണ്ടി ഫുള്ള് കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രിസും ഗൈസ് വരുന്നുണ്ട്. ക്രിസ് സിറ്റി വണ്ടിലോട്ട് ഡയറക്റ്റ് വരും. പിന്നെ അവിടെ നിന്നാണ് ബാക്കി ആൾക്കാരൊക്കെ ജോയിൻ ആകുന്നത്. നമുക്കൊരു i7 മീറ്റപ്പ് ചെയ്യണമെന്നാണ് ഗൈസ് ആഗ്രഹം. പക്ഷേ എല്ലാവരുടെയും കയ്യിലൊന്നും i7 ഇല്ലല്ലോ. അപ്പോൾ മിക്കവാറും ഇതൊരു BMW മീറ്റപ്പ് ആയിരിക്കും. ഇത് നമ്മൾ ഒട്ടും പ്ലാനില്ലാതെ ചെയ്യുന്നൊരു മീറ്റപ്പാണ്. ഞാൻ ജസ്റ്റ് ഇന്നലെ ഈ ഒരു വണ്ടി ഒന്ന് കഴുകിയൊക്കെ ഒന്ന് സെറ്റാക്കിയപ്പോൾ എന്തുകൊണ്ടൊരു മീറ്റപ്പ് വെച്ചുകൂടാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ കയറി അങ്ങ് വെക്കുവാണേ. അപ്പോൾ വണ്ടിക്കാണെങ്കിൽ ഇത്രയും ദിവസം ഓടിക്കാതിരുന്നിട്ടും കേസ് പവറിനൊന്നും ഒരു കുഴപ്പമില്ല. നല്ല വിഷയമായിട്ടാണ് കേട്ടോ വണ്ടി ഓടുന്നത്. ജസ്റ്റ് കാല് കൊടുക്കുമ്പോഴത്തേനും എന്താണ്ട് ഡ്രിഫ്റ്റൊക്കെ ആയാണ് വണ്ടി പോകുന്നത്. എൻ്റെ മോനെ കേസ് ഈ വണ്ടി ഡ്രിഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. എന്തായാലും ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇനി എന്തായാലും കേസ് ഞാൻ അങ്ങ് എത്തിയിട്ട് വരാം. നമ്മുടെ ക്രിസ് അവിടെ വെയിറ്റിങ്ങിലാണ് എനിക്ക് വേണ്ടി. പിന്നെ ക്രിസിൻ്റെ പുതിയ വീടിൻ്റെ പണി കേസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. വലിയ വീടൊന്നും അല്ല, ചെറിയൊരു വീടാണ് അവൻ വെച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ നാളെ നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം എൻ്റെ വീട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കുമേ. A few moments later. എൻ്റെ പൊന്നു കേസ് ഞാൻ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ സിറ്റി വണ്ണിൻ്റെ ഏതോ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കിനും നമ്മുടെ മച്ചാന്മാരെല്ലാം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. i7 ഉണ്ട്, പിന്നെ M5 ഇവിടെ കിടപ്പുണ്ട്, 2 M5 ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ വേണ്ട എൻ്റെ സെയിം ഡ്രസ്സ് ഇട്ട് ഒരു മച്ചാൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടി എൻ്റെ സെയിം ഡ്രസ്സ് ഇട്ട് വന്നതാണ് കേട്ടോ. പക്ഷേ കേസ് ഞാനിവിടെ വന്നപ്പം വേറെ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വന്നത്. എന്നെ പോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. എൻ്റെ പൊന്നു മച്ചാൻ എന്തായാലും നൈസായിട്ടൊന്ന് ചമ്മിപ്പോയിരിക്കുകയാണ്. മച്ചാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമെന്നേ. അപ്പോൾ എന്തായാലും കേസ് നമ്മുടെ ക്രിസ് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ക്രിസ് ഇവിടെ എത്തിയെന്നാണ് അവിടെ നിന്ന് ഞാൻ സിറ്റി 2ൽ നിന്ന് ഇറങ്ങിയപ്പം അവൻ എന്നോട് പറഞ്ഞത്. പക്ഷേ കേസ് അവൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. എന്തോ ചെയ്യാനാണെന്ന് പറ. ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് കേസ് പ്രത്യേകിച്ച് ഒരു പിടിയില്ല കേട്ടോ. കാരണം ഇതൊട്ടും പ്ലാൻഡ് ആയിട്ടുള്ളൊരു മീറ്റപ്പ് അല്ല. നമ്മൾ പ്ലാൻഡ് ആയിട്ടുള്ള മീറ്റപ്പ് ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ സെറ്റ് ചെയ്തേനെ. നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരും ഗൈസ്. ഇതുകൊണ്ട് ഈ ഒരു M5 കണ്ടോ, പക്ഷേ M5 പോട്ടെ, i7 കണ്ടോ, നല്ല രസമുണ്ടല്ലോ ഒരു വൈറ്റ് കാണാനായിട്ട്. നമ്മുടെ വണ്ടി മിക്കവാറും ഗൈസ് ഞാൻ വൈറ്റിലേക്ക് മാറ്റുന്നതായിരിക്കും. കാരണം ഇതിനൊക്കെ സ്കേർട്ട് വെച്ച് കഴിയുമ്പോൾ കണ്ടോ വേറെ ലെവൽ ലുക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അത് ഉടനെ സെറ്റ് ചെയ്യാൻ തേണ്ട. നമ്മുടെ ക്രിസ് ഇവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ക്ണാപ്പ, നീ എന്താ എന്നോട് പറഞ്ഞ? നീ ഇവിടെ എത്തിയെന്നല്ലേ പറഞ്ഞ? എന്നിട്ട് നീ ഇപ്പോഴാണോ വരുന്നത്? എന്റെ പൊന്നു അവനെ ഒന്നും പറയണ്ട. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തോ ബാക്കി എന്താ വിഴുങ്ങിപ്പോയോ? ഞാൻ പറയാനുള്ളൊരു സമയം എന്താ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം വണ്ടി അങ്ങ് പഞ്ചറായിപ്പോയി. ഇതേതവൻ അതിന്റെ ഇടയ്ക്ക് കൂടെ കയറ്റിക്കൊണ്ട് പോകുന്നേ. അത് വിട്, നീ സബ്ജക്റ്റ് മാറ്റാതെ. സബ്ജക്റ്റ് ഒന്നും മാറ്റിയതല്ലെന്ന് അവനെ. എന്തുവാ ഇത്? എന്തെങ്കിലും ആയിട്ട് നീയല്ലേ പറഞ്ഞ i7 മീറ്റപ്പ് വെക്കാമെന്ന്. എന്നിട്ട് വല്ലതും പ്ലാൻ ചെയ്തു? ഞാനൊരു 2 ദിവസം കഴിഞ്ഞ് വെക്കാന്ന് പറഞ്ഞു. നിന്നോടാരും ഇപ്പം കൊണ്ട് വെക്കാൻ പറഞ്ഞു. ബെസ്റ്റ്. ഇപ്പൊ എന്റെ പേരിലായോ കുറ്റം? നീ കൊള്ളാമല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസമൊക്കെ സമയം തന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാരും വിളിച്ചു പോയല്ലേ. ഇനി നമുക്ക് മീറ്റപ്പ് അങ്ങ് നടത്തിയേക്കാം. ഇവിടെ എന്തായാലും കേസ് വേണ്ട i7 ഒക്കെ വന്ന് കൂടിയിരിക്കുന്നുണ്ട്. ഞാൻ ഇത്ര i7 വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എൻ്റെ റെഡ് ഹെഡ്ലൈറ്റും ക്രിസിൻ്റെ ബ്ലൂ ഹെഡ്ലൈറ്റുമായിട്ടാണ് വരുന്നത്. അതെന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എല്ലാം ഇത്രയും വണ്ടികളൊക്കെ കേസ് ബ്ലാക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇവരോട് കളർ കോഡിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ എല്ലാവരും കേസ് കറക്റ്റ് ബ്ലാക്കും കൊണ്ട് വന്നേ. ഇതെന്തായാലും ഇപ്പോൾ ഒരു ബ്ലാക്ക് കാർ മീറ്റപ്പ് പോലെ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കേസ് ഗ്രീൻ കാർ മീറ്റപ്പ്, ബ്ലൂ കാർ മീറ്റപ്പ്, വൈറ്റ് കാർ മീറ്റപ്പ്, അങ്ങനെ കുറേ ടൈപ്പ് മീറ്റപ്പുകളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും നമ്മൾ ചെയ്യാറില്ല. എന്തായാലും അതൊക്കെ തിരിച്ച് കൊണ്ടുവരണമെന്ന് കേസ് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തെങ്കിലുമൊക്കെ അടിപൊളി കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ അടിപൊളി വീഡിയോസൊക്കെ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒരുപാട് ലാഗ് അടിക്കുന്നുണ്ട് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ കേസ് എനിക്ക് കോളേജിൽ പോകണം. അതൊക്കെയാണ് ഒരു മെയിൻ റീസൺ. എന്തായാലും നമ്മൾ തിരിച്ച് വരും കേസ്. എനിക്ക് സമയമില്ല, ഒട്ടും സമയമില്ല. എന്നാലും നമ്മൾ മാക്സിമം വീഡിയോ ചെയ്യുന്നതായിരിക്കും കേസ്. ആ ഒരു M5ൻ്റെ എനിക്ക് M5 എന്നാണല്ലോ വായിൽ വരുന്നത്. M5 അല്ല, i7. ഓക്കെ, i7ൻ്റെ ആ ഒരു കളറ് കണ്ടോ, നല്ല രസമുണ്ടല്ലോ. നല്ല പുതിയ വണ്ടിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ നിന്ന് കാണാനായിട്ടുള്ളൊരു സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ വിട്ടങ്ങ് പോവുകയാണ്. ഇവിടുന്ന് നേരെ വിട്ടുപോയി കഴിയുവാണെങ്കിൽ ഏതെങ്കിലും നല്ല സ്പോട്ട് കിട്ടുമെന്നാണ് കേസ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് ചെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഹൈവേ കൂടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഹൈവേയിലൊക്കെ ഇപ്പം കുറേ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. നേരത്തെ ഹൈവേ പോലൊന്നും അല്ല കേട്ടോ, ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്.
അവരൊന്നും എന്താ എൻ്റെ പുറകെ വരാത്തെ? സാധാരണ ഞാനിങ്ങനെ പോകുമ്പം എൻ്റെ കൂടെ വരുന്നതാണല്ലോ. വണ്ടി ഇപ്പം നോക്കുവാണെങ്കിൽ എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയും കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല ഡ്രസ്സ് നോക്കുവാണെങ്കിൽ ഡ്രസ്സിലും ഒരു ഐഡൻറ്റിറ്റി കൊടുത്തിട്ടില്ല. മുമ്പ് എൻ്റെ ഒരു ഡ്യൂപ്പ് വന്നില്ലേ, മിക്കവാറും അവൻ്റെ കൂടെ ആയിരിക്കും ഗൈസ് എല്ലാവരും നിൽക്കുന്നത്. ഇതാണ് ഗൈസ് ഞാൻ ഡ്രസ്സ് മാറി വന്നാലുള്ള ഒരു പ്രശ്നം. ഞാൻ എന്തായാലും തന്നെ ഇവിടെ വണ്ടി നൈസായിട്ടൊന്ന് സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ വണ്ടികളും കൂടെ നിരത്തിയിട്ടൊരു ഫോട്ടോ എടുക്കാമെന്നാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കുവാണെങ്കിൽ നമ്മൾ മെയിൻലി മീറ്റപ്പിന് എന്തിനാണ് വരുന്നത്? ഫോട്ടോ എടുക്കാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു സീനറി കിട്ടുമെന്നാണ് കേസ് എൻ്റെ ഒരു പ്രതീക്ഷയെ. അപ്പോൾ അതുകൊണ്ട് കുറേ കേസ് വെറൈറ്റി വർക്കുകൾ ചെയ്തിട്ടുള്ള കുറേ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു i7 നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യാം. ഞാൻ എന്തായാലും എൻ്റെ വണ്ടി ഈ ഒരു മീറ്റപ്പ് കഴിഞ്ഞതിന് ശേഷം നേരെ കൊണ്ട് വൈറ്റ് ആക്കാനായിട്ട് പോവാണ്. എന്നിട്ട് മറ്റേ ആ ഒരു സ്കേർട്ടില്ലേ അതങ്ങോട്ട് വെക്കും. വണ്ടിയുടെ ലുക്ക് പിന്നെ വേറെ ലെവലായിരിക്കും. ദണ്ട് ഈ ഒരു വൈറ്റ് കാർ ഇവിടെ കിടക്കുന്ന പോലെ ഇരിക്കും. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ദണ്ട് ഈ ഒരു കളറുണ്ട്, പുതിയ i7 കൊണ്ടൊക്കെ ആരാണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറും നല്ലൊരു എന്താ പറയുക, നല്ലൊരു പ്രീമിയം ലുക്ക് ഗൈസ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഈ ഒരു കളറ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടെ. അപ്പോൾ എന്തായാലും എല്ലാ വണ്ടികളും കേസ് ഇപ്പം മര്യാദയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു സിവിക്കൊക്കെ അങ്ങോട്ട് പോകുന്ന കാണാനായിട്ട് പറ്റും. ഞാൻ നിങ്ങളോട് i7 എന്ന് പറയുമ്പോൾ നിങ്ങൾ i7 തന്നെ കൊണ്ടുവരണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കിക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വേണ്ട മര്യാദയ്ക്കൊക്കെ അവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങ് തകർത്തേക്കാം. അതിന് മുമ്പേ ഏതാണ്ട് ഇവിടെ ഒരു i7 കിടക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ കേസ് ഇത് മൊത്തം വർക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ എവിടെയൊക്കെയോ ഒരു കണ്ണാപ്പി ലുക്ക് വണ്ടിക്ക് തോന്നിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ അലോയ് നോക്കുവാണെങ്കിലും അലോയ് ഒന്നും ഈ ഒരു i7 ചേരുന്ന അലോയ് ഒന്നും അല്ല കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അലോയ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ബാക്കി സ്റ്റിക്കർ വർക്കൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ അടുത്ത സ്പോട്ട് പിടിക്കാനായിട്ട് പോവാണ്. പിന്നെ അതേ കുറേ മച്ചാന്മാരൊക്കെ ഗൈസ് എൻ്റെ വണ്ടിക്കകത്ത് കയറണമെന്നും പറഞ്ഞ് വെളിയിൽ വന്ന് നിൽപ്പുണ്ട്. ആര് വന്നാലും ഗൈസ് നിങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യമായിട്ട് എൻ്റെ വണ്ടിക്കകത്ത് വന്ന് കയറാവുന്നതാണ് കേട്ടോ. ഞാൻ എപ്പോഴും അൺലോക്ക് ആക്കിയായിരിക്കും ഇടുന്നത്. പിന്നെ വീഡിയോ എടുക്കുന്ന ടൈമിൽ മാത്രം ഞാൻ വണ്ടി ഒന്ന് ലോക്ക് ചെയ്തിടും, അല്ലെങ്കിൽ അലമ്പായി പോകും. അതുകൊണ്ടാണ് കേട്ടോ ലോക്ക് ചെയ്തിടുന്നത്. അല്ലാത്തപ്പോൾ എല്ലാം ഞാൻ ലോക്ക് ചെയ്താണ് ഇടുന്നത്. എനിക്കെന്തോ വണ്ടി ലോക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താണ് തന്നെ ഇവിടെ വെളിയിൽ വന്ന് നിൽക്കുന്നത്? ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞാണല്ലോ, എന്നിട്ടും എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ക്രിസ്ത്യൻ എന്തോ എന്നോട് കാര്യമായിട്ട് പറയാനുണ്ടെന്ന്. എനിക്കെന്ത് കാര്യമായിട്ട് പറയാൻ? എനിക്കൊന്നും പറയാനില്ല, ഞാൻ ചുമ്മാ ഇവിടെ വന്ന് നിന്നേ ഉള്ളൂ. അത് ശരി, ആ AC-ക്കകത്ത് മര്യാദയ്ക്ക് ഇരുന്ന് എന്നെ തണ്ട് വിളിച്ച് പുറത്തിറക്കിയിരിക്കുക. ഇവന് ഞാൻ എന്താ ചെയ്യണ്ടേ? ഗൈസ് ഏതൊരു മച്ചാന് നമ്മുടെ വണ്ടി ഓടിച്ച് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ വണ്ടിയുടെ ബാക്കിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ ഒരു വണ്ടി മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്കിലിരുന്ന് ഓടിക്കാനായിട്ടാണ്. അപ്പം ആ മച്ചൻ എന്തായാലും വണ്ടി ഓടിച്ചോളൂ. എൻ്റെ അപരനാണ് ഗൈസ് എൻ്റെ സൈഡിൽ വന്ന് കയറിയിരിക്കുന്നത്. ഇവനെയും കൊണ്ട് ഞാൻ തോറ്റല്ലോ, എൻ്റെ ദൈവമേ. അപ്പോൾ എല്ലാവരും തന്നെ അങ്ങോട്ടൊക്കെ ചെന്ന് വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങ് പോയേക്കാം. ഒട്ടും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് വിചാരിച്ച പോലെ ഒരു കാര്യങ്ങളും അങ്ങോട്ട് നടന്നില്ല. എന്തായാലും കുഴപ്പമില്ല, അടുത്ത മീറ്റപ്പിന് നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും കേട്ടോ. സാധാരണ ഏതൊരു മീറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പും ഇപ്പം ഞാനും ക്രിസും കൂടെ ആയിരിക്കും മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഞങ്ങളൊരു ഇത് വെക്കും, നമുക്ക് ഈ മീറ്റപ്പിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് സെറ്റ് ചെയ്യും. പക്ഷേ ഈ പ്രാവശ്യം അതിനുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്ന് വണ്ടി ക്ലീൻ ആക്കി. അപ്പോൾ അന്നേരം തന്നെ മീറ്റപ്പ് വെച്ചേക്കാമെന്നും പറഞ്ഞ് അങ്ങ് മീറ്റപ്പിന് അങ്ങ് പോകുമായിരുന്നു. എൻ്റെ ഐഡൻറ്റിറ്റി ഡ്രസ്സ് പോലും കേസ് എനിക്ക് ഇടാനായിട്ട് പറ്റിയില്ല കേട്ടോ. അത് എന്നിട്ട് വേറെ ഏതോ ഒരുത്തിന് ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് ആൾക്കാരല്ല ഇവൻ്റെ പുറകെയാണ്, ഞാനാണെന്നും വെച്ച്. എന്തോ ഒരു കഷ്ടമാണെന്ന് നോക്കണേ ഓരോ അവസ്ഥയൊക്കെ. ഞാനങ്ങോട്ട് ജസ്റ്റ് ഒരു ഡ്രൈവിന് പോയപ്പോഴത്തേനും ക്രിസ് കണ്ട് ഇവിടെ ആൾക്കാരെയൊക്കെ കൂട്ടി ഇവിടെ എന്തോ ഫോട്ടോഷൂട്ടോ പരിപാടികളോ ഒക്കെയാണ് കേട്ടോ. എന്തായാലും അവനും പൊളിക്കട്ടെ, എല്ലാവരും പൊളിക്കട്ടെ. ഇങ്ങനെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് നമ്മളിങ്ങനെ ബിസി ആയിട്ടിരിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മീറ്റപ്പൊക്കെ വെച്ച് കഴിയുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ് കേസ്. എല്ലാവരുമായിട്ട് ഇങ്ങനെ കുറച്ച് നേരമെങ്കിലും ഒന്ന് സംസാരിച്ചിരിക്കുന്നതിൻ്റെ വൈബ് അത് വേറെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ചിലപ്പം റിലേറ്റ് ആവും, ചിലർക്ക് റിലേറ്റ് ആവും. എനിക്കെന്തായാലും അത് പക്ക റിലേറ്റബിളാണ്. നമ്മുടെ വണ്ടിയും കൊണ്ട്, നമ്മുടെ എപ്പിക് അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി കാറും കൊണ്ടൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറെ. അപ്പോൾ എന്തായാലും കേസ് അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം.
സോ ബൈ ഗൈസ്. Are you happy now?